എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാലിക്കൊക്കുകളെ കുറിച്ചാണ് പറയുന്നത്. കാറ്റിൽ എഗ്രേറ്റ്, കാലികൾക്കൊപ്പം മേഞ്ഞു നടക്കുന്ന കൊക്ക്. സാധാരണ ഗ്രാമപ്രദേശങ്ങളിലാണ് അത് കാണുന്നത്. ഇവിടെ പക്ഷേ ഇത് ടൗണിൽ കണ്ട കാഴ്ചയാട്ടോ. അവിടെ ഒരു പശുവിൻ്റെ ഫാമുണ്ട്, അവിടെ കണ്ടതാണ് ഈ കാലിക്കൊക്ക്. ഇതെന്താണെന്നറിയോ? കാലികൾ ധാരാളം പുല്ലുകളൊക്കെ കഴിക്കുമല്ലോ, വൈക്കോലും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പുൽച്ചാടികൾ, കൊച്ചു കൊച്ചു പ്രാണികൾ, അതിനെയൊക്കെ കഴിക്കാനായിട്ട് ധാരാളം മിക്ക കിളികളും വരും. മൈന, വേറെ ചില കിളികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൊക്കിനെയാണ് കാണാറുള്ളത്. ആ കൊക്കിനെ കാണുമ്പോൾ തന്നെ വളരെ ഒരു ഐശ്വര്യവും നല്ല ഒരു സംതൃപ്തിയൊക്കെ നമുക്ക് കാണാറുണ്ട്, ലഭിക്കാറുണ്ട്. നല്ല വെളുത്ത് നല്ല സുന്ദരമായിട്ടുള്ള കൊക്കുകളെ കാണുന്നത് തന്നെ കണ്ണിന് ഒരു സന്തോഷമാണത്, മനസ്സിന് സന്തോഷം. അതുപോലെ തന്നെ കാലികൾക്കും സന്തോഷമാണ്. കാലികൾ കണ്ടിട്ടില്ല, അനങ്ങാണ്ടിരിക്കും. അത് മേലെ കയറിയിരിക്കുമ്പോഴും സുഖമായിട്ടിങ്ങനെ ഇരിക്കും. എന്താ കാരണം? ഈ അതിൻ്റെ ദേഹത്തുള്ള ചൊറിച്ചിൽ ഈ കീടങ്ങളൊക്കെ, പ്രാണികളൊക്കെ കയറി വരുമ്പോൾ അതിന് ചൊറിയുമ്പോഴത്തേക്കും ആ കീടങ്ങളെയെല്ലാം ഈ കൊക്കുകൾ കൊത്തി തിന്നുമ്പോൾ അതിന് നല്ല സുഖം കിട്ടും. ചിലർ കണ്ടിട്ടില്ലേ, അച്ഛന്മാരും അമ്മമാരും കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒന്ന് മാന്തിത്താന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ, അതൊരു സുഖമാണ് അവർക്ക്. അതുപോലെ പശുവിൻ്റെയൊക്കെ മേലിൽ കയറി ഇരുന്നിട്ട് ഈ കൊക്കുകൾ ഈ പ്രാണികളെയൊക്കെ കഴിക്കുമ്പോൾ അതിന് നല്ലൊരു സുഖമാണ്. അതിൻ്റെ കടിയെല്ലാം മാറിക്കിട്ടും. അപ്പോൾ കൊക്കുകൾ തന്നെ 3-4 തരം കൊക്കുകളുണ്ട്. പെരുമുണ്ടി, ചെറുമുണ്ടി, കാലിമുണ്ടി, ചാരമുണ്ടി, അങ്ങനെ പോകുന്നു. നമ്മുടെ കാലികളുടെയൊക്കെ ഒപ്പം നടക്കുന്നത്, ഇതിന് ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ. വലുതും ചെറുതും ഇടത്തരം, അങ്ങനെ. എൻ്റെ വീട്ടിൽ ഒരു മാവിൽ കൊക്ക് കൂട് കൂട്ടിയിരുന്നു. വലിയ പൊക്കമുള്ള മാവായിരുന്നു. അതിൽ കൊക്ക് കൂട് കൂട്ടി. ഇടവപ്പാതി സമയത്താണ് കൊക്ക് കൂട് കൂട്ടുന്നത്. എന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നതൊക്കെ നല്ല രസമാണ് കൊടുക്കുന്നത്. നമുക്ക് കാണാൻ പറ്റില്ല, ചില നേരത്ത് കുഞ്ഞുങ്ങൾ നിലത്തേക്ക് വീഴും. അതേത് കൊക്കാന്നൊന്നും അന്ന് അറിയില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്താണ്. ചില സമയത്ത് ഫിഷെല്ലാം വീഴും. അതെവിടെ നിന്നോ കൊത്തിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ഫിഷ് നിലത്തേക്ക് വീഴും. കുഞ്ഞുങ്ങളിടക്ക് നിലത്ത് വീഴും. അതുപോലെ തന്നെ അതിൻ്റെ കാഷ്ടം ഒക്കെ നിറയെ ഇങ്ങനെ കിടപ്പുണ്ടാവും. ഒരു പ്രത്യേക സൗണ്ടിൽ കരയുകയും ചെയ്യും. ഇന്നൊന്നും അറിയില്ല കേട്ടോ, കൊക്ക് കൂടുകൂട്ടുന്ന സ്ഥലം എവിടെയാണെന്നൊന്നും എനിക്ക് കാണാനായിട്ട് അറിയില്ല. ഇപ്പം നിറയെ ബിൽഡിംഗ് അല്ലേ എല്ലായിടത്തും. അപ്പോൾ ഇത് പശുക്കളുടെയൊക്കെ മേളിൽ കയറിയിരിക്കുന്ന കൊക്കാണിത്, കാലിക്കൊക്ക്. പിന്നെ ഇതിന് കൊക്കിനെ പറ്റി കഥയുണ്ട് കേട്ടോ. ഇതിന് ഭംഗി വന്ന ഒരു കഥയുണ്ട്. അതിൻ്റെ തലയിലും നെഞ്ചിലും പുറത്തും ഒക്കെ ഒരു നല്ല സ്വർണ്ണവർണ്ണം പ്രത്യുത്പാദന സമയത്ത് ഉണ്ടാവാറുണ്ട്. അതിനെപ്പറ്റിയുള്ള കഥ ഞാൻ പറഞ്ഞു തരാം. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണത്. നല്ല ഭംഗിയുള്ള, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ
ബ്രിട്ടീഷുകാരെല്ലാം ഇതിൻ്റെ തൂവലൊരു കാലത്ത് എടുത്ത് തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി. അങ്ങനെയൊന്നുമില്ല. വംശനാശം വരുന്നത് കൊണ്ടോ എന്താണ് അന്ന് നല്ല നിശ്ചയമില്ല എന്താണെന്ന്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ കാലി മേയ്ക്കുന്ന അവസരത്തിലായിരുന്നു. കാലികളെ മേയ്ച്ചുകൊണ്ട് പോകുമ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി, ഉണ്ണിക്കണ്ണനാണല്ലോ, ആ കാലി മേയ്ക്കുന്ന പ്രായമാണ്. അപ്പോൾ മനസ്സിലായി പശുക്കൾക്ക് എല്ലാം കടി കിട്ടുന്നുണ്ടെന്ന്. കടി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പ്രാണികളൊക്കെ കൂടി പശുക്കളെ കടിച്ച് ഉപദ്രവിക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ കൃഷ്ണൻ 2-3 പക്ഷികളോടൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഗുണം ചെയ്തില്ല. വെറുതെ വന്നിരുന്ന് കടിച്ചിട്ട് അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കാലിക്കൊക്ക് ഈ പശുവിൻ്റെ മേലിൽ കയറിയിരുന്നു. Sorry for the interruption. Sorry for the interruption. കണ്ടിന്യൂ ചെയ്യണ്ട, എന്തോ പറ്റിപ്പോയി. Again, welcome to my channel. പുഴുക്കളെയൊക്കെ കൊത്തി തിന്നു. അപ്പോൾ പശുവിന് നല്ല സുഖം കിട്ടിയത് ശ്രീകൃഷ്ണന് മനസ്സിലായി. പശുവിന് സുഖം കിട്ടി, അതിൻ്റെ കടിയെല്ലാം മാറുമല്ലോ. പിന്നെ കൊക്കിന് വിശപ്പും മാറും പുഴുക്കളെയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ട് സന്തോഷമായപ്പോഴത്തേക്കും ശ്രീകൃഷ്ണൻ ഈ കൊക്കിനെ തലോടി. അതിൻ്റെ പുറത്തും നെഞ്ചത്തും തലയിലൊക്കെ. അങ്ങനെയാണ് അതിന് ആ സ്വർണ്ണവർണ്ണം വരുന്നത് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ്. ആ സമയത്ത് പ്രജനനകാലത്താണ് വരുന്നത്, പ്രത്യുൽപാദന സമയത്താണ് ആ നിറം വരുന്നത്. പ്രത്യേക ഒരു നിറമാണ് വരുന്നത്. അല്ലാതെ തന്നെ കൊക്കിനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. പിന്നെ ചില കൊക്കുകൾക്ക് ഈ കഴുത്തിൻ്റെ ഈ തലയുടെ അപ്പുറമായിട്ട് ഈ ഇതുപോലെ പ്രജനന സമയത്ത് ഈ ഒരു തൂവല് മാത്രം ഇങ്ങനെ നിൽക്കണം കണ്ടിട്ടില്ലേ. ഇപ്പം അതിൻ്റെ പടം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരുമായിരുന്നു. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ പശുവും കൊക്കും തമ്മിലുള്ള ചങ്ങാത്തമാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ കാലിക്കൊക്കും പശുവുമായിട്ടുള്ളത്. പശു എന്ന് പറഞ്ഞാൽ പോത്ത് എല്ലാം പെടും കേട്ടോ. നമ്മുടെ
വളർത്തു മൃഗങ്ങളില്ലേ, പശുവാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പം തന്നെ പശുവിൻ്റെ മേലിൽ കയറിയിരിക്കുന്നത് കണ്ടോ. അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ഇടണം എന്ന് തോന്നിയത്, വീഡിയോ ഇട്ടത്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കഥകൾ ഇതുപോലെയൊക്കെ ഉണ്ടല്ലോ. അണ്ണാൻ്റെ മുതുകത്ത് വര വരുമല്ലോ, അത് ശ്രീരാമൻ തലോടിയതെന്നൊക്കെ കേട്ടിട്ടില്ലേ? ശ്രീലങ്കയിലേക്ക് ചിറപണിയാനായിട്ട് ശ്രീരാമൻ അണ്ണാരക്കണ്ണനും തന്നാലായത്. അതുപോലെ കൊക്കിനെയും ശ്രീകൃഷ്ണൻ തഴുകി, അപ്പോഴാണ് ആ സ്വർണ്ണവർണ്ണം എല്ലാം വന്നത്. അതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാട്ടോ, എല്ലാം കുഴഞ്ഞു പോയി, സമയം കുറെ പോയി. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ ഒരു ഇൻട്രാക്ഷൻ പശുവും കൊക്കുമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വന്നത്. പശുവിൻ്റെ കടിയും മാറി, കൊക്കിന് വിശപ്പും മാറി എന്ന് പറഞ്ഞ പോലെ അത് മാത്രം വിചാരിച്ചാൽ മതി. സിംബോളിക് റിലേഷൻഷിപ്പ് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, പ്രപഞ്ചഗീതിയിലേക്ക്. ഇടയ്ക്ക് കുഴപ്പങ്ങളൊക്കെ വന്ന് ക്ഷമിക്കണം. ഞാൻ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് നോക്കി വായിക്കുക. അറിയാൻ ആഗ്രഹമുള്ളവർ എഴുതിയെടുക്കുകയോ മറ്റോ എഴുതിയെടുക്കുകയില്ല, മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ്റെ കാര്യമാണ്. ഫാമിലി എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, ശാസ്ത്രനാമം ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ക്ഷമിച്ചിരുന്ന് ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. എല്ലാ കൂട്ടുകാർക്കും കുപ്പുകൈയോടെ ലക്ഷ്മി ശിവ്. നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ഒരിക്കൽ കൂടി കുപ്പുകൈ.